സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 26-നും ത്രിതല പഞ്ചായത്തുകളിൽ 27-നും അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്നലെ പൂർത്തിയായ സാഹചര്യത്തിലാണ് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായിരുന്നു ആദ്യം സത്യപ്രതിജ്ഞ. ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗത്തിന് ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റുള്ളവർക്ക് മുതിർന്ന അംഗമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുനിസിപ്പാലിറ്റികളിലും ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതാത് വരണാധികാരികളും നേതൃത്വം നൽകി. ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിൽ 11:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച BJP കൗൺസിലർമാർ പാളയത്ത് നിന്ന് പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് എത്തിയത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി മുതിർന്ന അംഗമായ കോൺഗ്രസിന്റെ ക്ലീറ്റസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് ക്ലീറ്റസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJPയുടെ R ശ്രീലേഖ, VV രാജേഷ് എന്നിവരും CPIMന്റെ SP ദീപക് അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു. KS ശബരിനാഥനും വൈഷ്ണ സുരേഷും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ BJP പ്രവർത്തകർ ഗണഗീതം പാടി. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-നും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ 27-നുമാണ് നടക്കുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.